ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീക്ക് 6 ലോഗിൻ പേജ്, അതായത് എൻ്റെ ലോഗിൻ പേജും അതുപോലെ അഡ്മിൻ ലോഗിൻ പേജും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അതായത് അതിനെക്കുറിച്ചിട്ടുള്ള അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരിക്കും. അതായത് എൻ്റെ ഈ ഒരു പേജ് കാണിച്ചിട്ട് തന്നെയുള്ള ഒരു വീഡിയോ. അതുപോലെ തന്നെ ഈ ലോഗിൻ പേജിൻ്റെ അകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് വേണ്ടത് എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. വീക്ക് 3 നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടാവും, പ്രൊജക്റ്റിൽ ഒരു ലോഗിൻ പേജ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പ്രൊജക്റ്റ് തന്നെ ഞങ്ങൾക്ക് വീക്ക് 6 അകത്ത് MongoDB ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചില ഡൗട്ട് ഉണ്ടാവും ചിലർക്ക്. അത് ആദ്യം തന്നെ പറയാം, അത് പറ്റില്ല. കാരണം വീക്ക് 6 നമ്മൾ ചെയ്യുന്നത് MVC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർച്ച് ആ ഫോം ഉണ്ട്. ഓക്കെ, ആ ഒരു ഫോം ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. അതായത് മോഡേൺ വ്യൂ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് നമുക്കിപ്പോൾ ചെയ്യാനായിട്ടുള്ള ഇത്. അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് നമ്മളോട് ഇവിടുന്ന് പഠിച്ചവരും വീക്ക് എക്സ്പ്ലനേഷൻ ചെയ്യുന്ന ഓവറും ഇത് തന്നെയാണ് നമുക്ക് പറഞ്ഞിരുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാനാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് ഞാൻ ചെയ്തത് ഒറ്റയ്ക്ക് ചെയ്തതൊന്നുമല്ല, ഞാനും ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ ചെയ്തത്. ഓക്കെ, ആ വീഡിയോൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്, സൈഡിൽ അതിൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു പ്ലേ ലിസ്റ്റിലുള്ള വീഡിയോസ് തന്നെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു ഇതുണ്ടാക്കാനോ, അതായത് അത്യാവശ്യം ഒരു സിമ്പിളായിട്ടുള്ള രീതിയിൽ ഒരു ലോഗിൻ പേജ് നിങ്ങൾക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. ഇനി കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് കയറേണ്ടിക്ക് നിങ്ങളായിട്ട് ചിന്തിക്കണം. അതായത് ജസ്റ്റ് അത് വെറുതെ വാച്ച് ചെയ്തിട്ട് കാര്യമില്ല, നല്ലോണം മനസ്സിലാക്കിയിട്ട് തന്നെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ചില കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ചിലത് നടക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. അന്നേരം മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും. ഓക്കെ, ആ ഒരു മെൻറ്റാലിറ്റി ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ ഓരോ കാര്യം ഒന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വാച്ച് ചെയ്യാൻ നോക്കുക. ഇനി എൻ്റെ ലോഗിൻ പേജ് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ആദ്യം തന്നെ ഇടുക ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും അടിക്കാനുള്ള ഇത് ലോഗിനാണ്. ഓക്കെ, എനിക്ക് ഇനി പുതിയൊരു യൂസറെ സൈനപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് അതിനൊരു ഓപ്ഷൻ ഇവിടെ സൈനപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ പുതിയൊരു യൂസർക്ക് പേര് സിദ്ധു എന്ന് പേര് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇമെയിൽ അഡ്രസ്സായിട്ട് ഞാൻ എന്ത് കൊടുക്കുന്നത്, ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് ഓൾറെഡി അതിലുള്ളതാണ്. ഓക്കെ, ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ഞാൻ ആദ്യം കൊടുക്കുന്നു. എന്നിട്ട് പാസ്വേഡ് ഇവിടെ അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ചില കാര്യങ്ങൾ കാണിച്ചു തരുന്നത്, അതായത് ഇവിടെ പാസ്വേഡ് വെരിഫിക്കേഷൻ, അതായത് ഇവിടെ പാസ്വേഡ് സ്ട്രോങ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ആ പാസ്വേഡ് യൂസർക്ക് പാസ്വേഡ് സ്ട്രോങ് ആയിട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതായത് 8 ക്യാരക്ടേഴ്സ് വേണം, ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇനി ഞാനിപ്പോൾ അടിച്ചത് ഒരു ക്യാപിറ്റൽ ലെറ്റർ ഒരു സ്പെല്ലിംഗ് മതി. ഓക്കെ, ഇനി ഇതാ ഞാൻ അടുത്ത സ്പെല്ലിങ് അടിച്ച് ഇപ്പം 4 സ്പെല്ലിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ 8 ക്യാരക്ടറും പറയുന്നുണ്ട് മസ്റ്റ് ബി ഒരു സ്പെഷ്യൽ ക്യാരക്ടർ നമ്പേഴ്സൊക്കെ വേണം, ഒരു സ്പെഷ്യൽ വേണം 8 ക്യാരക്ടറിലേക്ക്. ഇപ്പോൾ ഞാൻ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പാസ്വേഡ് അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു പാസ്വേഡിനെ കോപ്പി എടുത്തിട്ടില്ല. ഇവിടെ നിങ്ങൾക്കൊരു ഫീച്ചറും കൂടി കാണാൻ പറ്റും. അതായത് പാസ്വേഡ് രണ്ടും മാച്ച് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാസ്വേഡ് ഈസ് ഡോണ്ട് മാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. ആ ഒരു പാസ്വേഡ് മാച്ച് ആയാൽ ആ ഓപ്ഷൻ അങ്ങ് പോകും. ഇനി ഒരു സൈനപ്പ് ബട്ടൺ വന്നു. ഓക്കെ, ഇനി ആ ഒരു സൈനപ്പ് ബട്ടണിലേക്ക് ഈ ഒരു യൂസർ ഓൾറെഡി അതിൽ എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇനി ഞാനിപ്പോൾ അതടിച്ചാൽ യൂസർ ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് എന്ന് പറയും. ഇനി അഥവാ യൂസർ ഇല്ലെങ്കിൽ എന്നോട് ഇവിടെ പ്ലീസ് ട്രൈ ടു ലോഗിൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ലോഗിൻ ചെയ്യേണ്ടിക്ക് ചെയ്യാം. ഇനി പുതിയൊരു യൂസറെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. പാസ്വേഡ് കൊടുത്തത് admin@12 എന്ന് പറഞ്ഞുള്ളൊരു പാസ്വേഡാണ് കൊടുത്തത്. ഓക്കെ, ഞാനിവിടെ സൈനപ്പ് ചെയ്യുന്നുണ്ട്.
സൈനപ്പ് ചെയ്യുമ്പം സൈനപ്പ് സക്സസ്ഫുൾ. ഓക്കെ, ഈ ഒരു അലേർട്ടൊക്കെ വരുത്തേണ്ട കാര്യമൊക്കെ അതിൽ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലൊരു യൂസർ പേജ് ആയിരിക്കില്ല നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കിട്ടുക. നിങ്ങൾ ഇതൊക്കെ AI ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാം, ഇവിടെ യൂസർ എന്ന് പറഞ്ഞിട്ടൊരു ഇതൊന്നുമല്ല ഉണ്ടാകുക, വേറെ സൈനപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇതും കൂടി വരും, ഒരു ആക്ഷൻ. അതൊക്കെ കൺട്രോൾ ചെയ്യേണ്ടൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്യണം, അതിൻ്റെ പിന്നിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കണം, അപ്പോൾ മാത്രമേ പറ്റൂ അത്. ഇനി അഡ്മിൻ ഞാനിപ്പോൾ കൊടുത്തത് കൊടുത്തത് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ലെങ്കിലും അഡ്മിൻ്റെ പേജിൽ പോയിട്ട് നോക്കാൻ പറ്റും. അതുപോലെ കോമ്പസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് അതിൽ കയറിയ നമ്മൾ യൂസർ ഓതെന്ന് പറഞ്ഞിട്ട് യൂസറൊക്കെ അതിലുണ്ടാവും. ഞാനിപ്പോൾ അടിച്ച യൂസർ എന്തായാലും ഐഡിയിലുണ്ടാവും. അപ്പം അഡ്മിൻ @123 എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി പാസ്വേഡ് കൊടുത്തത് ഇവിടെയും പാസ്വേഡ് സ്ട്രോങ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ പാസ്വേഡ് അടിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഞാനിവിടുന്ന് ലോഗിൻ അടിച്ച്, അപ്പോൾ വെൽക്കം ടു ഡാഷ്ബോർഡ്. ഓക്കെ, വെൽക്കം സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ലോഗൗട്ട് ബട്ടൺ, ഒരു റിഫ്രഷ് ബട്ടൺ ഇവിടെയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിക്ക് സെറ്റ് ചെയ്യാം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മളെ ലോഗിൻ പേജിലേക്ക് ഇനി തിരിച്ചു പോകുന്നുണ്ടോ നോക്കാം. ഓക്കെ, പോകുന്നില്ല. ഇനി ഞാൻ ഒന്നും കൂടി പോയാൽ ഇനി എന്നെ ബാക്ക് അടിക്കുക ഓർ ചെയ്യാം. ഓക്കെ, ഇനി ജസ്റ്റ് ഞാൻ സെക്ഷൻ ഹാൻഡിലിംഗ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് അഡ്മിൻ ലെക്കല്ല പോകേണ്ടത്, ലോക്കൽ ഹോസ്റ്റ് മാത്രം അടിച്ചാൽ മതി. യൂസറിന് അടിച്ചാലും ഇതിലേക്ക് തന്നെ വരും. അപ്പോൾ ഹോം പേജിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ അകത്ത് പേര് ഉള്ളത് എൻ്റെ പേര് തന്നെയാണ്, അതായത് ഞാൻ യൂസർക്ക് കൊടുത്ത ആ ഒരു നെയിമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് വരുത്താനും കുറച്ച് പാടുണ്ട്. നമ്മൾ കഴിഞ്ഞ ചെയ്ത പോലെ അത്ര സിമ്പിളായ രീതിയിലുള്ള നെയിം വരില്ല. സെക്ഷൻ ഹാൻഡലിങ്ങിൻ്റെ അകത്ത് കുറച്ച് കാര്യം ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സ്വന്തത്ത് ചെയ്യാം. ഇനി അടുത്തായിട്ട് എൻ്റെ കയ്യിൽ ഇനി നമുക്ക് വേണ്ടത് അഡ്മിൻ പാനലാണ്. ഓക്കെ, അഡ്മിൻ പാനലിലേക്ക് വന്നാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഡിഫോൾട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഇവിടെ യൂസർക്ക് ലോഗിൻ ഒന്നുമില്ല, നമ്മൾ എവിടുന്ന് സെറ്റ് ചെയ്യണം, ഈ കോമ്പസ് നിന്ന് സെറ്റ് ചെയ്യുന്ന കാര്യമാണത്. ഓക്കെ, അതുപോലെ കോമ്പസിലൊക്കെ പാസ്വേഡ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടാൽ തിരിയാ, യൂസർ പാസ്വേഡ് ആയാലും എല്ലാം ഡീക്രിപ്റ്റഡ് ആക്കിയിട്ട്, അതായത് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ കൊടുത്തതെന്നൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ഇവിടെ പാസ്വേഡ് ഞാൻ കൊടുത്തത് അഡ്മിൻ @12. ഓക്കെ, അത് കൊടുത്താൽ ഇതിലേക്ക് കയറി. ഇനി ഇതാണ് അഡ്മിൻ പാനൽ. അഡ്മിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എൻ്റെ അഡ്മിന് യൂസറെ സെർച്ച് ചെയ്യാൻ പറ്റും, അത് നെയിമോ ഇമെയിലോ വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണെങ്കിൽ സിദ്ധാർത്ഥ് ടി എന്ന് സെർച്ച് ചെയ്താൽ യൂസർ നോട്ട് ഫൗണ്ട്. ഓക്കെ, എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ ഇതാ സെർച്ച് റിസൾട്ടായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാ എൻ്റെ ഇമെയിലും പാസ്വേഡൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ റിഫ്രഷ് ബട്ടൺ ഞെക്കിയാൽ ആദ്യത്തെ പേജിലേക്ക് പോകും. ഇനി യൂസർക്ക് ഇവിടെ അഡ്മിന് ഒരാളെ പുതിയതായിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം ഒരു യൂസറെ. അതുപോലെ തന്നെ ഇവിടെ ഓൾറെഡി ഉള്ള ഒരു യൂസർക്ക് എന്തായാലും ആഡ് ചെയ്യാൻ പറ്റും, പാസ്വേഡൊന്നും കൂടെ നോക്കുന്നേയില്ല. ഓക്കെ, ഈ ഇമെയിൽ അഡ്രസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ, അതായത് ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ലോഗൗട്ട് ബട്ടൺ, ഇനി യൂസറെ പാസ്വേഡ് വേണ്ടി ഇവിടുന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും അഡ്മിന്. അതുപോലെ ഒരു യൂസറെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ ഒരാളെ യൂസറെ ലോഗിൻ ചെയ്തല്ലേ, ഇനി അയാളെ ഡിലീറ്റ് ചെയ്താൽ ആ അക്കൗണ്ട് അവിടെ നിന്ന് പോകും. അത് ജസ്റ്റ് അതിനെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരു അലേർട്ട് വരുന്നുണ്ട്, യു ആർ അബ്സല്യൂട്ട്ലി ഡിലീറ്റിംഗ് യൂസർ admin.user. ഓക്കെ, അതായത് ആ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട്, ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉള്ള ആളെ ഡിലീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ കൊടുത്താൽ ഇപ്പം തന്നെ ഡിലീറ്റ് ആവും. ഡിലീറ്റ് സക്സസ്ഫുള്ളി മെസ്സേജ് വന്ന്. ഇനി ഇതിൽ വന്ന ഇവിടെ റിഫ്രഷ് ചെയ്ത ആ യൂസർ പോയി. ഇത് നേരത്തെ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു ഇതാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടിക്കൽ ഒന്നും കൂടി ആ യൂസർ ക്രിയേറ്റ് ചെയ്തിട്ട് കയറണം. ഇവിടെ ഇതാ ഞാൻ പുതിയ ആ യൂസറെ തന്നെ ഞാനിവിടെ ആഡ് ചെയ്യുന്ന.
വീഡിയോ സക്സസ്ഫുൾ ആയിട്ട് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ആഡിയോ ലോഗിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി എഡിറ്റ് ചെയ്താൽ എന്ത് പറ്റും, ആ ഒരു ലോഗിൻ ചെയ്താൽ ആൾ ബാക്കാവും. ഓക്കെ, ഇനി ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല. ഇമെയിൽ എന്തായാലും എനിക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാനിവിടെ സേവ് മാത്രം കൊടുത്തിട്ട് എന്താക്കുന്നത്, ഇവിടെ വന്ന് റിഫ്രഷ് ചെയ്യുന്നു. അയാൾ ലോഗ് ഔട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു വിധത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ അഡീഷണൽ ആയിട്ട് ചെയ്തത് ഇത്രയും കാര്യമാണ് യൂസർ പാനലിൽ അഡ്മിൻ പാനലിൽ ആവശ്യമായിട്ടുള്ളത്. പിന്നെ അഡ്മിന് ലോഗ് ഔട്ട് ചെയ്യാൻ പറ്റണം, ആ ഒരു ഓപ്ഷനും സെറ്റ് ചെയ്യുക. ഇനി യൂസർ പാനൽ ഞാൻ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ പാസ്വേഡ് ഫോർഗെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിനകത്ത് എന്ത് കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അതുപോലെ ഇത് ജസ്റ്റ് ഇത് കൊടുത്തതാണ്, അതായത് പിന്നെ ഇമെയിൽ അഡ്രസ്സ് വെച്ച് യൂസർക്ക് പാസ്വേഡ് ഇടുന്നതിനെ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ സെറ്റ് ചെയ്തെന്നുള്ളൂ. ക്യാപ്ചയൊക്കെ കൊടുത്തിട്ട് ചെയ്യേണ്ടതാണ്, പക്ഷെ അത് നമുക്ക് ഈ വീക്കിലില്ലാതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഒരു ഇടുന്ന നമുക്ക് മാറ്റാൻ പറ്റും, അത് ഞാൻ കാണിക്കുന്നില്ല എന്നുള്ളൂ, അത് നടക്കുന്നുള്ളൂ. ഓക്കെ, ഞാൻ ഇവിടെ വേറൊരു അക്കൗണ്ടിൽ നിന്ന് ജോയിൻ ചെയ്തുതരാം. ഇതിനകത്ത് ഉള്ളെല്ലാം ഡമ്മിയാണ്. ഓക്കെ, അതായത് ഞാൻ ഇത് ഡമ്മി ആയിട്ട് ആഡ് ചെയ്തതാണ്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, നമുക്ക് ടെർമിനലിലൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇനി പാസ്വേഡ് എഡിറ്റ് ചെയ്യാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാ ജോയിൻ ടു. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് തരാൻ വേണ്ടിയിട്ട് എടുത്തു തന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വിധത്തിലായിരിക്കും നിങ്ങളെ എന്ത് ചെയ്യേണ്ടത്, അഡ്മിൻ ഡാഷ്ബോർഡ് സെറ്റ് ചെയ്യേണ്ട, അഡ്മിനും യൂസർ ഡാഷ്ബോർഡും ഒക്കെ സെറ്റ് ചെയ്യേണ്ടത്. ഇത്രക്കും ഫീച്ചേഴ്സാണ് ഇവിടെ പറയുന്നത്. ഇത് കുറച്ച് കൂടുതലാണ്. ഓക്കെ, അതായത് അതിലുള്ളതിനെക്കാട്ടും കൂടുതൽ തന്നെയാണ് ഇത്, നോർമലായിട്ടാണ് പറയുന്നത്. നമുക്ക് വേണ്ടിയൊക്കെ കുറച്ച് എഡീഷനും ചെയ്യാം, അത്രയേ ഉള്ളൂ പറയാം. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് ഈ വീഡിയോ പറയാനായിട്ടുള്ള. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്. Yes, sir.